പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശത്രു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ചില കാര്യങ്ങൾ പഠിക്കാൻ പോവാം. ഇത് പഠിക്കേണ്ട വിഷയമാണ്. ആയതിനാൽ ഈ സമയത്തൊരു വലിയൊരു അഭിഷേകം നിറയുവാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലാമോ? സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. സ്വസ്ഥമായിട്ടിരുന്നു. നന്നായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു യുദ്ധത്തില് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ഒരു യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ശത്രു ആരാണെന്നറിയാതെ യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ശത്രു ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ശത്രുവിന്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മനുഷ്യ ജീവിതത്തില് നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ്. നമുക്കെതിരെ നമുക്കൊരു ശത്രു ഉണ്ട്. ആ ശത്രു കൃത്യമായിട്ട് നമ്മൾ ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ശത്രുവിന്റെ നീക്കങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ശത്രു ഉണ്ട്. ഒന്ന് പറഞ്ഞേ, ഒച്ചത്തിൽ പറ. നമുക്കെല്ലാവർക്കും ഒരു ശത്രു ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, നിങ്ങൾക്കൊരു ശത്രു ഉണ്ട്. ശത്രു ഉണ്ട്. നിങ്ങൾക്ക്, എനിക്ക്, നമുക്കെല്ലാവർക്കും ശത്രു ഉണ്ട്. ഇവിടെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലര്, എൻ്റെ ദൈവമേ എനിക്ക് ശത്രു ഉണ്ട്, എൻ്റെ അയൽവാസിയാണ് എൻ്റെ ശത്രു. അതല്ല, അത് പാവം. വീട്ടിലുള്ള ഭർത്താവാണ് എൻ്റെ ശത്രു. അതല്ല, അല്ലേ? എൻ്റെ ഇടവകയിലുള്ള ഇന്നയാളാണ് എൻ്റെ ശത്രു. അതുമല്ല. കൃത്യമായിട്ട് ആത്മീയ മേഖലകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കൊരു ശത്രു ഉണ്ട്. ആ ശത്രുവിന് വിശുദ്ധ ഗ്രന്ഥം ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അത് ദുഷ്ടൻ, പിശാച് എന്നാണ്. പിശാച്, സാത്താൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ അതുകൊണ്ടാണ് ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിൽ ഈശോ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ശിഷ്യന്മാരുണ്ടല്ലോ, ഈശോയുടെ അടുക്കെ ചെന്ന് ചോദിച്ച ഏക കാര്യം എന്താ? ഈശോയെ, നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ വല്ലാത്ത ആഗ്രഹം. കാരണം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിൽ ഒരു രഹസ്യം ഉണ്ടെന്നറിയാം. ആ രഹസ്യം ഇരിക്കുന്നത് നിന്റെ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്കും ആ രഹസ്യം ഞങ്ങൾക്കും വേണം, ആ ആത്മീയ ബോധ്യം ഞങ്ങൾക്കും വേണം. അപ്പൊ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞു, മക്കളെ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അങ്ങനെ ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥന നമുക്കറിയാം, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ആ പ്രാർത്ഥനയുടെ ഒത്ത നടുവിൽ ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ സമയത്ത് ആ വചനഭാഗം വായിക്കാം. ബൈബിൾ ഉള്ളവര് ദയവ് ചെയ്ത് ബൈബിൾ തുറക്കൂ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11 മുതലുള്ള വചനം. 11 മുതൽ നമ്മൾ 15 വരെ വായിക്കാൻ പോവുക. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 11 to 15. 6-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ ഒത്ത നടുവിൽ ഈശോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം
കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഈ വചനം ഒന്ന് കേൾക്കാം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. എന്നിട്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. കറക്റ്റ്. അടുത്തത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ശ്രദ്ധിച്ചോ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്നിട്ട് വായിച്ചേ തുടർന്നുള്ളത് വചനം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞ ആദ്യത്തെ കാര്യം, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണം, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണം. എന്നിട്ട് ക്ഷമയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മുമ്പോട്ട് നീങ്ങി. ആ 13-ാമത്തെ വചനം ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. 13-ാമത്തെ വചനം ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. വചനം പറയുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ബൈബിളിന്റെ താഴെ വശത്ത് അതിന്റെ ഫുട് നോട്ടിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. തിന്മയിൽ നിന്ന് എന്നുള്ള വാക്കിനുണ്ടല്ലോ, ഗ്രീക്ക് മൂലപദം ദുഷ്ടനിൽ നിന്ന് എന്നാണ്. എന്തിൽ നിന്നാണ്? ദുഷ്ടനിൽ നിന്ന് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഈശോ പറയുവാണ്, പ്രലോഭനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന്, ദുഷ്ടനിൽ നിന്ന്, സാത്താനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയാ. വലതുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചേ. പ്രലോഭനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടനിൽ നിന്ന്, സാത്താനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയാ. എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ പ്രാർത്ഥന? ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, സാത്താനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത്രമേൽ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈശോ നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തി നൽകുന്നത്. ദുഷ്ടനിൽ നിന്ന്, സാത്താനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന എന്നും എപ്പോഴും ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്നാണെന്നറിയോ? പലതരത്തിലുള്ള ദുഷ്ടന്റെ പീഡകൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ദുഷ്ടന്റെ പീഡകൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ശരിയാണോ? യെസ് ഓർ നോ? യെസ്. പലതരത്തിലുള്ള ദുഷ്ടന്റെ പീഡകൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കാൻ പോവാം. അല്പസമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലരൊക്കെ എന്തിനും ഏതിനും എവിടെയും നോക്കിയിട്ട് മുഴുവൻ പിശാചാണ് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്, അല്ലേ? ഒരു പക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ ചില തകർച്ചകളും രോഗങ്ങളും പീഡകളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ വന്നിട്ട് പറയും, ഇത് പിശാചാണ്, ഇത് പിശാചാണെന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഒരു ദൈവമകനും ദൈവമകളും കൃത്യമായിട്ട് തിരിച്ചറിയണം. ഈ പൈശാചിക ബാധ, പൈശാചിക പീഡ, അത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനുള്ള ചില മേഖലകൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ചില പൈശാചിക പീഡകളെ, പൈശാചിക ബാധകളെ കൃത്യമായി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അല്പസമയം പഠിക്കാൻ പോവാം. അങ്ങനെ പഠിച്ചാൽ നമുക്കെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ കൃത്യം വ്യക്തമായി ഈ പൈശാചിക ബാധകളെയും മേഖലകളെയും പീഡകളെയും തിരിച്ചറിഞ്ഞ് നമുക്ക് യുദ്ധം ചെയ്യാൻ നമുക്ക് ശക്തി ലഭിക്കും.
പലതകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ദേ ശ്രദ്ധിച്ചേ, 4 തരത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പൈശാചിക പീഡകളെ, പൈശാചിക ബാധകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പഠിക്കണം. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം. കേട്ടല്ലോ, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ബൈബിളും നോട്ട് ബുക്കൊക്കെ എടുത്ത് വെക്കണം, എന്നിട്ട് ഇത് പഠിക്കണം. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നതിന്, നമുക്ക് തിരിച്ചറിയുന്നതിന് അത് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യം പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൈശാചിക പീഡകൾ, പൈശാചിക ബാധകൾ 4 തരത്തിലെന്ന് പറഞ്ഞു. അതിന്റെ 1ാമത്തെ മേഖല വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് എന്നറിയാവോ? ചില വ്യക്തികളിൽ പിശാച് ആവസിക്കും. ചില വ്യക്തികളിൽ പൈശാചികമായ ബാധ അത് ആ വ്യക്തികളിൽ ആവസിക്കും, പൊസസ് ചെയ്യുമെന്ന് പറയും. പിശാച് ചില വ്യക്തികളുടെ ശരീരത്തിൽ പൈശാചികമായൊരു പീഡയായി ആ വ്യക്തികളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ഇതിനെ പഠിക്കുകയാണ് കേട്ടോ, ഇതിനെ പഠിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് പറ്റിയ മേഖല മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വിഷയം, അതായത് ചില വ്യക്തികളുടെ ശരീരത്തിൽ എങ്ങനെയാണ് പിശാച് ആവസിക്കുന്നത്, പിശാച് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുടിയേറിയിരിക്കുന്നത് എങ്ങനെയെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വചനം ശ്രദ്ധയോടെ കേട്ടോളൂ. ബൈബിൾ ഉള്ളവർ തുറക്കണം, ബൈബിൾ ഇല്ലാത്തവർ ശ്രദ്ധയോടെ കേട്ടെ. 5-ാം അധ്യായം 1 മുതൽ, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 1 ഓൺവേഴ്സ് വായിക്കാം. അവർ കടലിന്റെ മറുകരയിൽ ഗെരസനേരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. കണ്ടോ, ഈശോ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വചനം പറയാണ്, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഇതാ യേശുവിന്റെ എതിരെ വരുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ മനസ്സിലത് കാണണം. ഈശോ ഇതാ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഒരു ദേശത്തേക്ക് ചെന്നപ്പോൾ യേശുവിന്റെ എതിരെ ഒരുത്തം വരുവാണ്. അവന്റെ പ്രത്യേകത എന്താ? അശുദ്ധാത്മാവ് ബാധിച്ച, ഹീസ് പൊസസ്ഡ്, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ എതിരെ വരുന്നു. എന്താ അവന്റെ പ്രത്യേകത? ഒന്ന് വായിച്ചേ. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ടോ, അപ്പൊ വചനം പറയാണ്, ഈ അശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താ? ഇത് അവന്റെ ശരീരത്തില് കുടിയേറിയത് കൊണ്ട് ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ പറ്റിയില്ല. ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ പറ്റിയില്ല. ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ, ശുശ്രൂഷ മേഖലകളിലെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചില കേസുകൾ കണ്ടിട്ടുണ്ടാവും. നരുന്ത് പോലത്തെ ചെറുക്കനായിരിക്കും, പൈശാചിക പീഡ കയറി കഴിഞ്ഞാൽ ഇവനെ 10 പേര് പിടിച്ചാലും പറ്റുന്നില്ല. കാരണം ഒരു അമാനുഷികമായ ശക്തി ഇവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, അമാനുഷികമായ ശക്തി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ചങ്ങലയൊക്കെ കൊണ്ട് കെട്ടിയിട്ടാലുണ്ടല്ലോ അവനത് പൊട്ടിച്ചു കളയും. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവൻ തകർക്കും. കാര്യം അവന്റെ ശരീരത്തിൽ ഒരു തിന്മയുടെ ശക്തി, പൊസസ്ഡ്, അവന്റെ ശരീരത്തിൽ ഒരു തിന്മയുടെ ശക്തി ആവസിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം എന്താ? അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ശ്രദ്ധിച്ചേ, പൈശാചിക ബാധ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുടിയേറുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അവനെ ഒതുക്കി നിർക്കാൻ ആർക്കും സാധിക്കത്തില്ല. അവൻ അത്രമേലൊരു അമാനുഷികമായ ശക്തി അവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് 1-2 വചനം കൂടെ ഒന്ന് വായിച്ചേ. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. ഇവന്റെ വാസം എവിടെയാ? രാപകൽ എവിടെയാ? രാത്രിയും പകലും ഒക്കെ അവൻ മലകൾക്കിടയിൽ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു കിടക്കുക. എന്നിട്ട് അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശ്രദ്ധിച്ചോ, അവന്റെ പ്രത്യേകതയാണ് അവൻ അലറി വിളിക്കും. വീട്ടിലൊക്കെ അലറി വിളിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടല്ലോ.
അലറി വിളിക്കുന്ന സൂക്ഷിക്കണം. അതത്ര നല്ല സുഖമുള്ള കാര്യമല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ വേദനിപ്പിക്കും, മുറിപ്പെടുത്തും. അപ്പൊ അവൻ എന്ത് പറ്റും? അവൻ ആഹ്ലാദിക്കും. സ്വന്തം ശരീരത്തെ മുറിപ്പെടുത്തുമ്പോൾ അവൻ ആഹ്ലാദം. കാരണം അവന്റെ ശരീരത്തിൽ, അവന്റെ ബോഡിയിൽ ഒരു ഈവിൾ സ്പിരിറ്റ് പോസസ്ഡ്. അവന്റെ ശരീരത്തെ അവൻ മുറിപ്പെടുത്തുന്നു. ഞാൻ ഒരു സ്കൂളിൽ, ഇപ്പോഴൊന്നും അല്ല, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ സിസ്റ്റർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇവനെയും കൊണ്ടുവന്നു. അവൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു വല്ലാത്തൊരു പൈശാചികത അവൻ്റെ മുഖത്തുണ്ട്. അവനിങ്ങനെ അസ്വസ്ഥനാണ്, അലസനാണ്. അവൻ്റെ ശരീരം നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ഈ സ്കൂളിൽ പഠിക്കുന്ന കോമ്പസ് ഉണ്ടല്ലോ, ഈ കോമ്പസ് കൊണ്ട് ഇവനിങ്ങനെ സ്വന്തം ശരീരത്തിൽ കുത്തും. എന്നിട്ട് ശരീരത്തിൽ ബ്ലഡ് വരുമ്പോൾ ഈ ചെറുക്കന് സന്തോഷം. അവൻ അവിടെ കിടന്നുകൊണ്ട് എന്നൊക്കെ പറയും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ. അതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. മറ്റുള്ളവരെ അല്ല ഇവൻ നശിപ്പിക്കുക, ഇവൻ സ്വയം നശിപ്പിക്കുക. ഇവൻ സ്വന്തമായിട്ട് ശരീരത്തിലെ കോമ്പസ് കൊണ്ട് കുത്തി, ബ്ലേഡ് കൊണ്ടൊക്കെ വരയ്ക്കുക. സ്വയം നശിക്കുന്ന അവസ്ഥ സംഭവിക്കാം. അപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ മർക്കോസിന്റെ സുവിശേഷം 5ാം അധ്യായം ഒന്ന് എടുത്ത് വായിച്ചാൽ 1, 2, 3 അങ്ങനെ തുടങ്ങി ചില ഘട്ടം ഘട്ടമായി ചില കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തിന്മ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ചോ. എന്തിനാണ് ഇത്? വായിച്ചു പഠിച്ചാൽ നിനക്ക് നാളെ ഒരു കാര്യം വന്നാൽ, ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് നിനക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇതങ്ങനെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന, നമ്മളൊക്കെ ഒരുപക്ഷെ ചില പൈശാചിക ബാധയാണെന്നൊക്കെ പറയുന്ന ഒട്ടുമുക്കാലും കേസുകൾ മാനസിക രോഗപീഠകളുടെ ഭാഗമാണ് കേട്ടോ. എല്ലാം നിങ്ങൾ പൈശാചിക ബാധകളാണെന്ന് പറയരുത്. ഒട്ടുമുക്കാലും കേസുകൾ മാനസികമായിട്ടുള്ള ഒരു ഭാരത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനെ സംഭവിക്കാം. കാരണം നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒത്തിരി കഥകളും ഉപകഥകളും സിനിമകളും സീരിയലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം, ഈ കണ്ടതും കേട്ടതുമൊക്കെ ഈ തലയ്ക്കകത്തോട്ട് കയറിയിരിക്കും. എന്നിട്ട് മറ്റൊരു വ്യക്തിയായിട്ടൊക്കെ നടക്കാനുള്ള ചില സ്വാഭാവികമായ ശൈലികൾ നമുക്കുണ്ടാവും. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണല്ലോ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛാ വെള്ളിയാഴ്ച, അയ്യോ പേടിയാ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കുട്ടി, വലിയ പ്രായമൊന്നുമില്ല. ഈ കുടുംബത്തിലെ അംഗങ്ങൾ പറയാ, അച്ഛാ വെള്ളിയാഴ്ച ദിവസം ഇവക്കെന്തോ കേറിയ പോലെയാ, വെള്ളിയാഴ്ച ദിവസം ഇവക്കെന്തോ കേറിയ പോലെയാ. സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കൊച്ചിന്റെ തലയിൽ ഒരു ചിന്തയുണ്ട്, വെള്ളിയാഴ്ച ദിവസം അത് കള്ളിയാങ്കാട്ട് നീലിയുടെ ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം ഇറങ്ങുന്ന ദിവസമാണ്. വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് ഈ കൊച്ചിന്റെ തലയ്ക്കകത്തോട്ട് ഇതിങ്ങനെ കയറിയിരിക്കുക. വീട്ടിലൊക്കെ ഇടയ്ക്ക് ഇരുട്ടായ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറയും, എടി പുറത്തിറങ്ങരുത്, പ്രേതം വരും, പുറത്തിറങ്ങരുത്, കള്ളിയാങ്കട്ട് നീലി പിന്നെ പിടിച്ചോണ്ട് പോകും, പുറത്തിറങ്ങരുത്, നിന്നെ യക്ഷി പിടിച്ചോണ്ട് പോകും, പുറത്തിറങ്ങരുത്, മറുത വരും, അല്ലേ, നിന്റെ രക്തം ഊറ്റി കുടിക്കും. ഈ കൊച്ചിന്റെ തലയ്ക്കകത്തേക്ക് ചെറുപ്പകാലം മുതലൊരു ചിന്ത കയറി, ദൈവമേ വെള്ളിയാഴ്ച പുറത്തിറങ്ങിയാൽ ആര് പിടിച്ചോണ്ട് പോകും? പിശാച് പിടിച്ചോണ്ട് പോകും. അത് കള്ളിയാങ്കാട്ട് നീലി, യക്ഷി, പ്രേതം, ഭൂതം, ഇതിങ്ങനെ തലയ്ക്കകത്തേക്ക് നാട്ടുകാർ പറഞ്ഞ്, വീട്ടുകാർ പറഞ്ഞ് ചില കാര്യങ്ങൾ കയറിയിരിക്കുന്നതാ. അതൊരു മാനസികമാണ്. ഞാൻ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഒരു കുടുംബം, ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അവരുടെ +2 കഴിഞ്ഞ പെൺകുട്ടിയുടെ വസ്ത്രവിധാനം വളരെ രസകരമാണ്. +2 കഴിഞ്ഞു, ഇവള് വീട്ടിൽ തന്നെയുണ്ട്. ഇവളുടെ വസ്ത്രവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവള് ഈ പുരാണ സീരിയലുകൾ ഇവള് കാണും. പുരാണ സീരിയലുകൾ, പഴയ സീരിയലുകൾ, മോഡേൺ അല്ല, പഴയ സീരിയലുകൾ. അപ്പൊ ഈ പഴയ സീരിയലുകളുടെ ഒരു പ്രത്യേകത, അവരുടെ വസ്ത്രവിധാനം ഒരു വ്യത്യസ്തമാണ്. നീണ്ട സാരി അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രവിധാനം വലിയ തലപ്പാവ്, കയ്യിലൊക്കെ പഴയ വളയിടുന്നു, കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മഹാഭാരതവും അതോടൊപ്പം രാമായണവും തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളൊക്കെ വെച്ചും ഒത്തിരി സീരിയലുകളുണ്ട്. ഈ കുട്ടി ഈ സീരിയലുകൾക്ക് അടിമയാണ്. ഇവളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവള് വീട്ടിൽ, ഇവള് രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങി കഴിഞ്ഞ് ഇവള് നടക്കുന്നത്
ഈ കഥാപാത്രമായിട്ടാണ് നടക്കുന്നത്. രാവിലെ തന്നെ അമ്മയുടെ ഒരു സാരിയൊക്കെ ഇവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന്, എന്നിട്ട് ഡൽഹിയിൽ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതെല്ലാം കൂടെ കഴുത്തേലൊക്കെ ഇട്ട് ഇവൾ രാവിലെ മുതൽ ഇങ്ങനെയാണ് നടക്കുന്നത്. കഥാപാത്രമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ പറഞ്ഞു, അച്ചോ പിശാച് ബാധയാണ് അച്ഛാ, അല്ലെങ്കിൽ പിന്നെ ഇവൾ ഇങ്ങനെ ചെയ്യുമോ? മര്യാദയ്ക്ക് ഇവളുടെ കൂട്ടുകാരികളൊക്കെ നടക്കുന്ന പോലെ നന്നായിട്ട് ജീവിച്ചുകൂടെ? ഇവളെന്താ അച്ഛാ ഇങ്ങനെ നടക്കുന്നേ? അപ്പോഴാണ് സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കുട്ടി ഈ സീരിയൽ കണ്ട് ഈ മാനസികമായിട്ട് ഈ സീരിയലിന് അടിമയായി പോയൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ കണ്ടാൽ ഉടനെ തന്നെ പൈശാചിക ബാധയാണെന്ന് പറയാനല്ല, അതിൻ്റെ പിന്നിൽ മാനസികമായ പീഡയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടുമുക്കാലും കേസുകൾ അങ്ങനെയാണ്. എന്നാൽ അതേസമയം തന്നെ പൈശാചികമായ ബാധകളുമുണ്ട്. പൈശാചികമായ ബാധ ഒരു വ്യക്തിയെ നശിപ്പിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാത്തവണ്ണം സ്വയം മുറിപ്പെടുത്തുന്ന അനുഭവമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം നശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഇടവകയിലോ നിങ്ങളുടെ ദേശത്തോ ഒരുപക്ഷെ ചില പൈശാചികമായ ബാധ, കർത്താവേ ദേ ഇന്ന വ്യക്തിയെ ഓർക്കുന്നു, കർത്താവേ ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായൊരു ശക്തി പൈശാചിക ബാധയുള്ള ഓരോ വ്യക്തിയുടെയും ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. കാലങ്ങളായിട്ട് പീഡിപ്പിക്കുന്ന തിന്മയുടെ ദുഷ്ടശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ശരീരത്തിൽ കുടിയേറിയിരിക്കുന്ന എല്ലാ തിന്മകളുടെ നാരിക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും സ്വരമുയർത്തി, ഈശോയേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, റൂഹായേ, വിളിക്കട്ടെ. ഒരു ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ ഒരു ദൈവശക്തിയായിട്ട് ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ തിരുരക്ത കോട്ടയ്ക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിന്നെ തൊടാതെ. ഇതാ നിന്റെ കോട്ട, അത് രക്തക്കോട്ടയാണ്, തിരുരക്തത്തിന്റെ അഭിഷേകമാണ്. വിശ്വസിച്ചോണം. യെസ്, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഈ സംരക്ഷിക്കുന്നു. നമുക്കെല്ലാവരും മുട്ടുകുത്തിക്കേ. സമാപന ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നീ വിശ്വസിക്കണം. ഇന്ന് ഞാൻ കേട്ട ഓരോ വചനവും, ഞാൻ പാടിയ പാട്ടുകളും, ഞാൻ ഉയർത്തിയ സ്തുതിഗീതങ്ങളും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ അങ്ങ് പണിതുയർത്തിയ സംരക്ഷണ കോട്ടയാണ്. ദൈവത്തിന് നന്ദി. രക്തത്താൽ അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും യേശുവേ കുരിശിലങ്ങ് ഞങ്ങൾക്ക് വിലയായി സമ്മാനിച്ചു. കർത്താവേ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അതൊന്നോർത്തെ. ചില കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ. പ്രാർത്ഥിച്ചോ. കർത്താവ് ആ വിഷയത്തിലൊക്കെ ഇടപെടുകയാണ്. അനേക തടസ്സങ്ങൾ കർത്താവ് മാറ്റി വിശുദ്ധീകരിക്കുകയാണ്. വിശ്വസിക്കണം. യെസ്, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോ
കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു.